നമസ്കാരം. യുദ്ധം അവസാനിച്ചതായി പ്രഖ്യാപിച്ച് ഇറാൻ 12 ദിവസത്തെ യുദ്ധം അവസാനിച്ചെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ചൊവ്വാഴ്ച രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പറഞ്ഞതായി ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ശത്രുവിന് കടുത്ത ശിക്ഷ നൽകിയെന്നും ഇറാനെ എതിർത്താൽ എന്താണ് സംഭവിക്കുകയെന്ന് ലോകരാജ്യങ്ങൾക്ക് മനസ്സിലായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭീകരവാദികളായ ഇസ്രയേൽ ആരംഭിച്ച യുദ്ധം ഇറാൻ വിജയകരമായി അവസാനിപ്പിച്ചെന്നും പെസഷ്കിയാൻ പറഞ്ഞതായി ഇറാൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ വലിയ വിജയത്തെ അഭിനന്ദിച്ച അദ്ദേഹം മറ്റു രാജ്യങ്ങളെ വെച്ച് പന്താടാനുള്ള ഇസ്രയേലിന്റെ താൽപ്പര്യമാണ് ഇറാനെ 12 ദിവസത്തെ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടതെന്ന് കുറ്റപ്പെടുത്തി. ശത്രുവിന് കനത്ത ശിക്ഷ നൽകി ഇറാന്റെ കരുത്ത് സഹോദര രാജ്യങ്ങൾക്കായി തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. യുഎസുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇറാൻ തയ്യാറാണെന്നും യുഎസുമായിട്ടുള്ള ആശയവിനിമയം പുനരാരംഭിക്കുമെന്നും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായുള്ള ഫോൺ സംഭാഷണത്തിൽ പെസഷ്കിയാൻ പറഞ്ഞതായി ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാനും ഇസ്രയേലും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഒരു ദിവസമാകുമ്പോഴാണ് ഇറാന്റെ പ്രസ്താവന. പശ്ചിമേഷ്യയെ ആശങ്കയിലാക്കിയ 12 ദിവസം നീണ്ട ഏറ്റുമുട്ടലാണ് നിലവിൽ അന്ത്യമായത്. അതേസമയം ഇസ്രയേലുമായിട്ടുള്ള വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്ന ആരോപണം ഇറാൻ നിഷേധിച്ചു. വെടിനിർത്തൽ ധാരണയ്ക്ക് പിറകെ ഇറാനിൽ നിന്നും മിസൈൽ ആക്രമണം ഉണ്ടായതായി ഇസ്രയേൽ അറിയിച്ചിരുന്നു. തുടർന്ന് ഇസ്രയേലിൽ മുന്നറിയിപ്പ് സൈറൺ മുഴക്കി. ആക്രമണത്തിനെതിരെ തിരിച്ചടിക്കാൻ പ്രതിരോധ മന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തു. അതേസമയം ഇറാനിൽ ഇപ്പോൾ ഭരണമാറ്റം താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമാകുകയുള്ളൂവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഭിപ്രായപ്പെട്ടു. എല്ലാം എത്രയും പെട്ടെന്ന് ശാന്തമാകാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനിടെ ഇറാനിൽ നിന്നുള്ള ഒഴിപ്പിക്കൽ നടപടി ഇന്ത്യ താൽക്കാലികമായി നിർത്തി. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇറാനിൽ നിന്ന് 292 പേരും ഇസ്രായേലിൽ നിന്ന് 326 പേരും കഴിഞ്ഞ ദിവസം ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയിരുന്നു. ആകെ 2295 ഇന്ത്യക്കാരാണ് മടങ്ങിയെത്തിയത്. അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തങ്ങളും ചരിത്ര വിജയം നേടിയെന്ന് അവകാശപ്പെട്ടു. ഇറാനുമായി വെടിനിർത്തൽ ധാരണയിലെത്തിയതിന് പിന്നാലെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം വിജയം അവകാശപ്പെട്ടത്. ഈ വിജയം തലമുറകളോളം ഓർമ്മിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. തങ്ങൾ ഒരു സിംഹത്തെ പോലെ ഉണർന്നു. ഞങ്ങളുടെ ഗർജനം ടെഹ്റാനെ പിടിച്ചുകുലുക്കി. ഈ യുദ്ധം ലോകത്തെ സൈന്യങ്ങൾ പഠന വിഷയമാക്കും. ആണവ ഭീഷണിയും ബാലിസ്റ്റിക് മിസൈൽ ഭീഷണിയും ഉൾപ്പെടെ 2 ഭീഷണികളാണ് തങ്ങൾ ഇല്ലാതാക്കിയതെന്നും നെതന്യാഹു അവകാശപ്പെട്ടു. അതേസമയം ഇസ്രായേൽ ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നതിന് തൊട്ടു മുൻപ് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ വടക്കൻ ഇറാനിലെ മുതിർന്ന ആണവ ശാസ്ത്രജ്ഞൻ കൊല്ലപ്പെട്ടതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇറാന്റെ ആണവ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മുഹമ്മദ് റസ സിദ്ദിഖി സാബറാണ് കൊല്ലപ്പെട്ടത്. വടക്കൻ ഇറാനിലെ അസ്താനെ അഷ്റഫിയ എന്ന സ്ഥലത്ത് മാതാപിതാക്കളുടെ വീട്ടിൽ വെച്ചാണ് ഇയാൾ കൊല്ലപ്പെട്ടതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സിദ്ദിഖിക്കായി അമേരിക്ക വല വിരിച്ചിരിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സിദ്ദിഖിയുടെ 17-കാരനായ മകൻ ഇസ്രായേൽ ആക്രമണത്തിൽ ടെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ടിരുന്നു. 12 ദിവസം നീണ്ടുനിന്ന സംഘർഷങ്ങൾക്കൊടുവിൽ ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇയാൾ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരം പുറത്തു വന്നത്. ഇറാന്റെ ഓർഗനൈസേഷൻ ഓഫ് ഡിഫൻസീവ് ഇന്നോവേഷൻ ആൻഡ് റിസർച്ചിന്റെ ഷാഹിദ് കരീമി ഗ്രൂപ്പിന്റെ തലവനായിരുന്നു സിദ്ദിഖി. ആണവ സ്ഫോടക വസ്തുക്കളുമായി ബന്ധപ്പെട്ട പദ്ധതികളിൽ പ്രവർത്തിച്ചിരുന്നു. ആണവ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന മുഹമ്മദ് റസയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഇവിടെ വ്യോമാക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ട്. ഗിലാൻ പ്രവിശ്യയിലെ അഷ്റഫിയയിലുള്ള കുടുംബ വീട്ടിൽ വെച്ചാണ് ശാസ്ത്രജ്ഞൻ കൊല്ലപ്പെട്ടതെന്നാണ് ഇറാനിയൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് നേരിട്ടായിരുന്നു ഓപ്പറേഷന് നേതൃത്വം നൽകിയതെന്നാണ് വിവരം.